Dear students, today we are going to discuss the quark model of hadrons. Before going to the discussion, let's have a look at the classification of elementary particles. You can see in this table, the particles are classified according to their spin as fermions as well as bosons. The particles are also classified according to their interaction with the strong force. The particles which are affected by strong force are called the hadrons, which include baryons as well as mesons. The particles which are unaffected by strong force include leptons and photons. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്വാർക്സ് എന്ന് പറയുന്നത് ഹാഡ്രോൺസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഹാഡ്രോൺസ് നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്സ് കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, ക്വാർക്സിൻ്റെ കോമ്പിനേഷൻ വഴിയാണ് ഹാഡ്രോൺസ്. ഹാഡ്രോൺസിൽ ഏതൊക്കെയുണ്ട്? ബേരിയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മെസോൺസ് ഉണ്ട്. അപ്പോൾ ബേരിയോൺസും മെസോൺസും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്സ്, പലതരം ക്വാർക്സിൻ്റെ കൂടിച്ചേർന്നാണ്. ഓക്കെ, സോ ക്വാർക്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹാഡ്രോൺസ്. ഇനി ഈ ടേബിളിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വാർക്സ് ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അപ്പ് ക്വാർക്ക് ഉണ്ട്, ഡൗൺ ക്വാർക്ക് ഉണ്ട്. ഇതിനെ ഫസ്റ്റ് ജനറേഷൻ ക്വാർക്ക് എന്ന് പറയും. ഓക്കെ, അതുപോലെ സ്ട്രേഞ്ച് ക്വാർക്ക് ഉണ്ട്, ചാംഡ് ക്വാർക്ക് ഉണ്ട്. ഇത് സെക്കൻഡ് ജനറേഷൻ ക്വാർക്സ് ആണ്. ടോപ്പ് ബോട്ടം അത് തേർഡ് ജനറേഷൻ ക്വാർക്കാണ്. ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പ് ക്വാർക്ക് യു, ഡൗൺ ഡി ആണ്. ഇനി ഇതിൻ്റെ ചാർജ്, ഇലക്ട്രിക് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് കോളത്തിൽ അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ +2/3 ആണ്. എല്ലാത്തിനും ഫ്രാക്ഷണൽ ചാർജാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ ഡൗൺ ക്വാർക്കിന് -1/3 ചാർജാണുള്ളത്. ഓക്കെ, അതുപോലെ സ്ട്രേഞ്ച് ക്വാർക്കിന് -1/3. ഈ ടേബിൾ പഠിക്കുന്ന സമയത്ത് ഈ ചാം ക്വാർക്കിനെ മേലെ എഴുതിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എല്ലാം ഒരേ ഓർഡർ, ചാർജിൻ്റെ ഒരേ ഓർഡറിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചാം ക്വാർക്കിന് +2/3 ആണ് ചാർജ്, സ്ട്രേഞ്ച് ക്വാർക്കിന് -1/3 ആണ്. ഇപ്പോൾ സ്ട്രേഞ്ച് ക്വാർക്സ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ വരുന്നത്. അതായത് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ ഉണ്ടാവുന്നത് സ്ട്രേഞ്ച് ക്വാർക്സ് കൂടി ചേർന്നിട്ടാണ്. അപ്പം സ്ട്രേഞ്ച് ക്വാർക്കിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എത്രയാണ്? -1 ആണ്. ഒരു സ്ട്രേഞ്ച് ക്വാർക്കിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ക്വാർക്കിനും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ഓൺലി സ്ട്രേഞ്ച് ക്വാർക്ക് ഹാവ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ വിച്ച് ഈസ് -1. ഓക്കെ, ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ക്വാർക്ക് എന്നുള്ളത് ഹെവി ആയിട്ടുള്ള ക്വാർക്കാണ്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഇതിൻ്റെ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കിനൊക്കെ 0.3 GeV/c² ആണ് അതിൻ്റെ മാസ് വരുന്നത്. അതുപോലെ സ്ട്രേഞ്ചും ചാമും വലിയ വ്യത്യാസമൊന്നുമില്ല, 0.5ഉം 1.5 ആണ്. പക്ഷെ ടോപ്പും ബോട്ടം, ടോപ്പാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ക്വാർക്ക്. 174 ആണ് അതിൻ്റെ മാസ് വരുന്നത് ഇൻ യൂണിറ്റ്സ് ഓഫ് GeV/c². ഓക്കെ, ടോപ്പ് ക്വാർക്കിൻ്റെ ചാർജ് +2/3, ബോട്ടം ക്വാർക്കിൻ്റെ -1/3. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് കോമ്പിനേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി ഓൾ ഹാവ് സ്പിൻ ഹാഫ്. ഇതിനെല്ലാത്തിനും സ്പിന്ന് ഹാഫാണ്. ക്വാർക്സ് എന്ന് പറയുന്നത് ഫെർമിയോൺസ് ആണ്, സ്പിന്ന് ഹാഫാണ്. ഓക്കെ, അപ്പോൾ അതിന് ബേരിയോൺ നമ്പർ. അപ്പോൾ നമുക്കറിയാം എല്ലാ ബേരിയോണും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്സ് കൊണ്ടാണ്. അപ്പം കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബേരിയോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 ക്വാർക്സ്. 3 ക്വാർക്ക് കൂടി ചേർന്നിട്ടാണ് ഒരു ബേരിയോൺ ഉണ്ടാകുന്നത്. അതായത് ന്യൂക്ലിയോൺ പ്ലസ് ഹൈപ്പറോൺസ് എന്നുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് 3 ക്വാർക്സ് കൂടി ചേരുമ്പോഴാണ്. അതുപോലെ മെസോൺസും ക്വാർക്സ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ മെസോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 ക്വാർക്ക് ആൻഡ് 1 ആൻറ്റി ക്വാർക്ക്. ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും കൂടി ചേർന്നിട്ടാണ് മെസോൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ബേരിയോൺസിൽ 3 ക്വാർക്സ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ.
അപ്പോൾ നമുക്കറിയാം എല്ലാ ബേരിയോണിനും ബേരിയോൺ നമ്പർ +1 ആണ്. ഓക്കെ, അപ്പോൾ ആ +1 എന്നുള്ളത് 3 ക്വാർക്സ് കൂടി ചേരുമ്പോഴാണ് +1 ആവുന്നത്. അപ്പോൾ ഒരു ക്വാർക്കിൻ്റെ ബേരിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1/3 ആയിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബേരിയോൺ നമ്പർ ഓഫ് ഈച്ച് ക്വാർക്ക് ഈസ് 1/3. എല്ലാ ക്വാർക്കിനും ബേരിയോൺ നമ്പർ 1/3 ആയിരിക്കും. ആൻറ്റി ക്വാർക്കിന് ബേരിയോൺ നമ്പർ -3 ആയിരിക്കും. -1/3 സോറി, ആൻറ്റി ക്വാർക്കിന് ബേരിയോൺ നമ്പർ -1/3 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അപ്പം ബേരിയോണിൻ്റെ കേസിൽ ഇപ്പം നോക്കാം. ഒരു ബേരിയോൺ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രോട്ടോൺ എന്നുള്ളത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും കൂടി ചേർന്നാണ് പ്രോട്ടോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ നമുക്കറിയാം ബേരിയോൺ നമ്പർ +1 ആണ്. അതെങ്ങനെ +1 എങ്ങനെ വരുന്നത് നോക്കാം. യു ക്വാർക്കിന് 1/3 ആണ് ബേരിയോൺ നമ്പർ, യു ക്വാർക്കിന് 1/3, ഡി ക്വാർക്കിന് 1/3. എല്ലാ ക്വാർക്കിനും +1/3 ആണ് അതിൻ്റെ ബേരിയോൺ നമ്പർ. അപ്പോൾ അത് കൂടി ചേരുമ്പോൾ 1/3 + 1/3 + 1/3 = 1 വരും. ബേരിയോൺ നമ്പർ 1 വരും. ഓക്കെ, ഇനി മെസോൺസിന് ഒരു എക്സാമ്പിൾ എടുത്തു. അപ്പോൾ 5+ എന്നുള്ളത് എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും കൂടി ചേർന്ന്, അതായത് അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കിൻ്റെ ആൻറ്റി ഡൗൺ ക്വാർക്കും കൂടി ചേർന്നിട്ടാണ് 5+ എന്ന പാർട്ടിക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേരിയോൺ നമ്പർ എത്രയായിരിക്കും? അപ്പ് ക്വാർക്കിൻ്റെ ബേരിയോൺ നമ്പർ +1/3, ഡൗൺ ക്വാർക്കിൻ്റെ +1/3 ആണ്. പക്ഷേ ഡി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്വാർക്കാണ്. ആൻറ്റി ക്വാർക്കിന് ബേരിയോൺ നമ്പർ -1/3. അപ്പം അതിൻ്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 1/3 + -1/3 = 0 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേരിയോൺ നമ്പർ 0 ആണ്. നമുക്കറിയാം മെസോൺസിന് ബേരിയോൺ നമ്പർ 0 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതെന്ന് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ടേബിളിൽ ഡിഫറെൻറ്റ് ഹാഡ്രോൺസിൻ്റെ ക്വാർക്ക് കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എല്ലാ പാർട്ടിക്കിൾസിൻ്റെ ഒന്നും പഠിക്കണ്ട, പക്ഷേ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ക്വാർക്ക് കോമ്പോസിഷൻ പഠിക്കാം. ഓക്കെ, 5+ ഞാൻ പറഞ്ഞു UD ബാർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ആൻറ്റി പാർട്ടിക്കിളാണ്. ഓക്കെ, ആൻറ്റി ക്വാർക്കാണ്. ഓക്കെ, അപ്പോൾ UD ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേരിയോൺ നമ്പർ 0 എങ്ങനെ വരുന്നത്. ഓക്കെ, ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാർജ് നമുക്കറിയാം യു ക്വാർക്കിന് ചാർജ് +2/3 ആണ്. ഡി ക്വാർക്കിൻ്റെ -1/3 ആയിരുന്നു. പക്ഷേ ഡി ബാറിൻ്റെ അതിന് നേരെ ഓപ്പോസിറ്റ് ചാർജ് +1/3 ആയിരിക്കും. അപ്പോൾ 2/3 + 1/3. ഇതിൻ്റെ 5+ൻ്റെ ചാർജ് +1. ഓക്കെ, സ്പിന്ന് എങ്ങനെ വരുന്നത്? എങ്ങനെ നമുക്കറിയാം 5+ൻ്റെ സ്പിന്ന് 0 ആണ്. അപ്പോൾ സ്പിന്ന് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പ് ക്വാർക്കിന് സ്പിന്ന് അപ്പ് ആയിരിക്കും, ഡൗൺ ക്വാർക്കിന് സ്പിന്ന് ഡി ബാറിന് സ്പിന്ന് ഡൗൺ ആയിരിക്കും. ഓക്കെ, അതാണ് ഒന്ന് അപ്പ് ഇട്ടത് ഒന്ന് ഡൗൺ. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ സ്പിൻ എടുക്കുകയാണെങ്കിൽ 0. അപ്പും ഡൗണും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് സ്പിന്ന് 0. സ്ട്രേഞ്ച്നെസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ട്രേഞ്ച് ക്വാർക്സ് ഇല്ല, അതുകൊണ്ട് സ്ട്രേഞ്ച്നെസ് 0. അടുത്തതായി K+ എന്നുള്ള പാർട്ടിക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു അപ്പ് ക്വാർക്കും ഒരു S-ബാർ അതായത് ആൻറ്റി സ്ട്രേഞ്ച് ക്വാർക്കും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേരിയോൺ നമ്പർ വരുന്നത് യു ക്വാർക്കിൻ്റെ 1/3, S-ബാറിൻ്റെ ബേരിയോൺ നമ്പർ -1/3, 0 വരും. ഓക്കെ, ടോട്ടൽ 0 വരും. K+ന് ബേരിയോൺ നമ്പർ 0 ആണ്. അതുപോലെ ചാർജ് എന്നുള്ളത് യു ക്വാർക്കിൻ്റെ ചാർജ് +2/3 ആൻഡ് S-ബാറിൻ്റെ ചാർജ് +1/3, ടോട്ടൽ ചാർജ് +1. ആ +1 ചാർജാണ് ഇവിടെ K+ എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്പിൻ എടുക്കുകയാണെങ്കിൽ അപ്പ് ക്വാർക്കിൻ്റെ സ്പിന്ന് അപ്പ് സ്പിൻ ആയിരിക്കും, ആൻറ്റി ക്വാർക്കിൻ്റെ സ്പിന്ന് ഡൗൺ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ സ്പിന്ന് 0. നമുക്കറിയാം മെസോൺസ് 5+ഉം K+ഉം സ്പിന്ന് 0 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അതുപോലെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇതിലൊരു സ്ട്രേഞ്ച് ക്വാർക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഉണ്ട്. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? യു ക്വാർക്കിൻ്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആണ്. S-ബാറിൻ്റെ എസിൻ്റെ സ്ട്രേഞ്ച്നെസ് -1 ആയിരുന്നു. അപ്പോൾ S-ബാറിൻ്റെ സ്ട്രേഞ്ച്നെസ് +1 ആണ്. അപ്പോൾ ടോട്ടൽ സ്ട്രേഞ്ച്നെസ് നമ്പർ +1. K+ൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +1 ആയി വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിർമ്മിച്ചിരിക്കുന്നത് 2 യു ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും. അതിൻ്റെ ചാർജ് എങ്ങനെ വരുന്നത് പറഞ്ഞു. സ്പിന്ന് വരുന്നത് നോക്കാം. അപ്പോൾ അപ്പ് ക്വാർക്കിന് 2 അപ്പ് സ്പിന്ന്, ഡൗൺ ക്വാർക്കിന്
ഒരു ഡൗൺ സ്പിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സ്പിൻ വരുന്നത് ഒരു അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് ഹാഫ് സ്പിന്ന്. സ്ട്രേഞ്ച്നെസ് ക്വാക്ക് ഇല്ലാത്തതുകൊണ്ട് അതിന് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഇല്ല, അത് 0 ആയിട്ട്. ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്ന 2 ഡൗൺ ക്വാക്കും ഒരു അപ്പ് ക്വാക്കും കൊണ്ടാണ്. ഓക്കെ, 2 ഡൗൺ ക്വാക്കും ഒരു അപ്പ് ക്വാക്കും കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബേരിയോൺ നമ്പർ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും 1/3 ആണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +1 വരും. ചാർജ് എന്നുള്ളത് -1/3 -1/3. അതുപോലെ യു ക്വാക്കിൻ്റെ ചാർജ് +2/3. ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ന്യൂട്രൽ ചാർജ്, ന്യൂട്രോണിന് ന്യൂട്രൽ ചാർജ് ആയിരിക്കും. സ്പിന്ന് വരികയാണെങ്കിൽ ഡൗൺ ക്വാക്കിന് 2 ഡൗൺ സ്പിന്ന് ഒരു അപ്പ് സ്പിന്ന്, യു ക്വാക്കിൻ്റെ സ്പിന്ന് അപ്പ് സ്പിന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പിന്ന് ടോട്ടൽ സ്പിന്ന് എന്ന് പറയുന്നത് ഒരു ഡൗൺ സ്പിന്നും അപ്പ് സ്പിന്നും ക്യാൻസൽ ചെയ്ത് പോയി 0 ആയി. ബാക്കിയുള്ളത് ഹാഫാണ്. ഓക്കെ, ഹാഫ് സ്പിന്നായിരിക്കും അതിനുണ്ടാവും. ഓക്കെ, സ്ട്രേഞ്ച്നെസ് ക്വാക്ക് ഇല്ലാത്തതുകൊണ്ട് സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആയിരിക്കും. ഇനി ഒമേഗ മൈനസ് എന്നുള്ള പാർട്ടിക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് 3 എസ് ക്വാക്ക് കൊണ്ടാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 1/3 1/3 1/3. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, അപ്പോൾ +1 കിട്ടും. അതുപോലെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എസ് ക്വാക്കിൻ്റെ ചാർജ് -1/3 ആയിരുന്നു. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1 എന്നുള്ള ചാർജ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ഒമേഗയുടെ മേലെ എഴുതിയിരിക്കുന്നത്, മൈനസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സ്പിൻ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ സ്പിന്ന് അപ്പാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സ്പിന്ന് 3/2 ആണ് വരിക. ഓക്കെ, സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഒരു എസ് ക്വാക്കിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1 ആയിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 എന്ന് വരും സ്ട്രേഞ്ച്നെസ് നമ്പർ. ഓക്കെ, ഇനി ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണിൻ്റെ കോമ്പിനേഷനാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് 2 അപ്പ് ക്വാക്കും ഒരു ഡൗൺ ക്വാക്കും ആണ് നിർമ്മിച്ച് അതിൻ്റെ ചാർജസ് എല്ലാം കൂടി ആഡ് ചെയ്ത് +1 ചാർജ് കിട്ടും അതിന്. അപ്പോൾ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്, പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി പ്രോട്ടോൺ. അതിലെന്താ ഉണ്ടാകുന്നത്? ഇവിടെ ഏത് ക്വാക്കാണുള്ളത് അതിൻ്റെ ആൻറ്റി ക്വാക്കാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ആൻറ്റി പ്രോട്ടോണിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ ക്വാക്കിൻ്റെ നേരെ ആൻറ്റി പാർട്ടിക്കിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 യു ക്വാക്ക് ആണെങ്കിൽ ഇവിടെ 2 യു ആൻറ്റി ക്വാക്കാണ്. ഓക്കെ, അതുപോലെ ഒരു ഡൗൺ ക്വാക്കിന് പകരം ഇവിടെ ഡി ആൻറ്റി ക്വാക്കാണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. -2/3 -2/3 1/3. ഇത് മൂന്നും ആഡ് ചെയ്ത് കിട്ടുന്ന ചാർജ് -1/3. ഓക്കെ, അപ്പ് ക്വാക്കിൻ്റെ ചാർജ് 2/3 ആണെങ്കിൽ അപ്പ് ആൻറ്റി ക്വാക്കിൻ്റെ ചാർജ് -2/3 ആയിരിക്കും. ഓക്കെ, അതുപോലെ ആൻറ്റി ന്യൂട്രോണിൻ്റെ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് 2 ഡി ക്വാക്കും ഒരു യു ക്വാക്കുമാണ്. അതുപോലെ ആൻറ്റി ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് 2 ഡി ആൻറ്റി ക്വാക്കും ഒരു യു ആൻറ്റി ക്വാക്കും കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ആൻറ്റി ന്യൂട്രോണിൻ്റെ ചാർജും 0 ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചാർജിലുള്ള വ്യത്യാസം മാത്രമല്ല, അതിൻ്റെ ക്വാർക്ക് കോമ്പോസിഷനിലുള്ള വ്യത്യാസം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വാർക്ക് മോഡൽ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഹാഡ്രോൺസ് നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്ക് കൊണ്ടാണ്. അതിൽ തന്നെ ബേരിയോൺസ് 3 ക്വാർക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ മെസോൺസ് ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നോക്കാം, ബേരിയോൺസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് 3 ക്വാർക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓരോ ക്വാർക്കിനും സ്പിന്ന് ഹാഫാണ്. ഓക്കെ, അപ്പം ഇത് അടിസ്ഥാനപരമായിട്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് 2 അതിലധികമോ ഐഡൻറ്റിക്കൽ ഫെർമിയോൺസിന് ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. അതായത് ഒരേ ക്വാണ്ടം നമ്പറുള്ള 2 അതിലധികമോ ഫെർമിയോൺസിന് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഐഡൻറ്റിക്കൽ ഫെർമിയോൺസ് പറഞ്ഞാൽ ഈ ക്വാക്സുകളെല്ലാം സ്പിന്ന് ഹാഫാണ്. ഓക്കെ, അപ്പോൾ അതിന് 2 അതിലധികമോ ഉള്ള ഇത്തരത്തിലുള്ള ക്വാക്സിന് ഒരു ക്വാണ്ടം സ്റ്റേറ്റിന് ഒക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ ഹൈപ്പോത്തിസിസ് എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് സജസ്റ്റ് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഈ കളർ ഹൈപ്പോത്തിസിസ് പ്രകാരം ക്വാർക്സിന് കളർ എന്നുള്ള ഒരു അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ക്വാർക്സിനും ആൻറ്റി ക്വാർക്സിനും കളർ എന്നുള്ള ഒരു അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിന് 6 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ 6 തരത്തിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 6 തരത്തിൽ? ഇപ്പോൾ ചാർജ്, നമുക്കറിയാം ചാർജ് എന്നുള്ളതിന് 2 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഒന്ന് പ്ലസ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ചാർജിന് 2 മാനിഫെസ്റ്റേഷൻസ് ആണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ക്വാർക്ക് എന്നുള്ളതിന്, ക്വാർക്സിന് അഡീഷണൽ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, ഏതൊക്കെ കളേഴ്സാണ് പോസിബിൾ? റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ കളേഴ്സിൽ ക്വാർക്സിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിന് ആക്ച്വൽ കളറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു ക്വാണ്ടം നമ്പർ പറയുന്ന ഒരു പ്രോപ്പർട്ടി മാത്രമാണ്. ഇപ്പോൾ ചാർജ് എന്നുള്ളൊരു പ്രോപ്പർട്ടി പറയുന്ന പോലെ തന്നെ കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ക്വാർക്കുകൾ ഈ കളറിൽ കാണപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്വാർക്ക് എടുത്തിട്ട് അതൊരു ബ്ലൂ കളറിലാണ് അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അതിന് ബ്ലൂ കളറായിരിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. റെഡ് എന്നുള്ളത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലാഗ് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു പേരൊക്കെ കൊടുക്കുന്ന പോലെ ഒരു പേര്, അതാണ് ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ, അതുപോലെ ആൻറ്റി ക്വാർക്കിന് 3 കളർ ഉണ്ടാവും: ആൻറ്റി റെഡ്, ആൻറ്റി ഗ്രീന്, ആൻറ്റി ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പോസിബിലിറ്റി. ആൻറ്റി ക്വാർക്കിൻ്റെ 3 പോസിബിലിറ്റീസ് ഈ 3 ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇപ്പോൾ ഈ ഐഡൻറ്റിക്കൽ ഫെർമിയോൺസ് എന്നുള്ള കൺസെപ്റ്റ് ഇനി മാറി. കാര്യം എന്താ വെച്ചാൽ കളർ ഹൈപ്പോത്തിസിസ് പ്രകാരം ഒരു ബേരിയോണിലുള്ള 3 ക്വാർക്സും ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതായിരിക്കും. ഓക്കെ, ഏതൊരു ബേരിയോൺ എടുക്കുകയാണെങ്കിലും അത് നിർമ്മിച്ചിരിക്കുന്നത് 3 ക്വാർക്ക് കൊണ്ടായിരിക്കും. ആ 3 ക്വാർക്കും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് 3 കളേഴ്സ് കൊണ്ടായിരിക്കും. അപ്പം ഒരു ബേരിയോണിൽ 3 ക്വാർക്ക് ഉണ്ട്. അപ്പോൾ 3 ക്വാർക്കിനും 3 കളറാണുള്ളത്: റെഡ്, ഗ്രീന്, ബ്ലൂ. പക്ഷേ ഇത് കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുക? റെഡ്, ഗ്രീന്, ബ്ലൂ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അപ്പം അത് കളർലെസ് ആയിരിക്കും. ഓക്കെ, ഓരോ ക്വാർക്കിനും കളറുണ്ട്, പക്ഷെ ടോട്ടൽ ആ ബേരിയോണിൻ്റെ കളർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ആൻറ്റി ബേരിയോൺ കൺസിസ്റ്റ് ഓഫ് 3 ആൻറ്റി ക്വാർക്സ് വിത്ത് കളേഴ്സ്: ആൻറ്റി റെഡ്, ആൻറ്റി ഗ്രീന്, ആൻറ്റി ബ്ലൂ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രോട്ടോൺസിൽ നിർമ്മിച്ചിരിക്കുന്നത് 2 യു ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കുമാണ്. അപ്പോൾ 2 യു ക്വാർക്ക് എന്നുള്ളതിൽ ഒരു യു ക്വാർക്ക് റെഡ് കളറായിരിക്കും, ഒരു യു ക്വാർക്ക് ഗ്രീൻ കളറായിരിക്കും, അടുത്ത ഡി ക്വാർക്ക് ബ്ലൂ കളറായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ 3 കളറായി. ഓക്കെ, ഇത് 3 കൂടി ചേർന്ന് പ്രോട്ടോണിൻ്റെ കളർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. ഓക്കെ, ഹാഡ്രോൺസ് പൊതുവേ നല്ല ഹാഡ്രോൺസ് എല്ലാം കളർലെസ് ആണ്. ഓക്കെ, അതായത് കോമ്പിനേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് കളർലെസ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ക്വാർക്കിന് കളർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഇപ്പം മെസോൺസ് എങ്ങനെ കളർലെസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ മെസോൺസിൽ എന്താ ഉള്ളത്? ഒരു ക്വാർക്കുണ്ട്, ഒരു ആൻറ്റി ക്വാർക്കുണ്ട്. ക്വാർക്കിന് ഒരു കളർ ഉണ്ടായിരിക്കും. ആൻറ്റി ക്വാർക്കിൻ്റെ കളറിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആൻറ്റി ക്വാർക്ക് ഓഫ് കറസ്പോണ്ടിങ് ആൻറ്റി കളർ. ഓക്കെ, അപ്പോൾ ഒരു കളറുണ്ട്. ഇപ്പം ക്വാർക്കിൻ്റെ കളറ് റെഡ് ആണെങ്കിൽ ആൻറ്റി ക്വാർക്കിൻ്റെ കളറ് ആൻറ്റി റെഡ് ആയിരിക്കും. അപ്പോൾ ഇത് 2 കൂടി ചേരുമ്പോൾ കളർലെസ് ആയിട്ട് മാറും. അങ്ങനെയാണ് മെസോൺസ് കളർലെസ് ആയിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഹാഡ്രോൺസ് ആൻഡ് ആൻറ്റി ഹാഡ്രോൺസ് ആർ കളർലെസ്. ഓക്കെ, ഇപ്പോൾ കളർലെസ് ആവാൻ കാര്യം റെഡ്, ഗ്രീന്, ബ്ലൂ കൂടി ചേർന്നാൽ വൈറ്റ് കിട്ടും. അതുപോലെ ആൻറ്റി റെഡ്, ആൻറ്റി ഗ്രീന്, ആൻറ്റി ബ്ലൂ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളറാണ് കിട്ടുന്നത്. ഇനി ഹാഡ്രോൺസ് ഡിഫറെൻറ്റ് കളേഴ്സിൽ മാത്രമല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് ലെപ്റ്റോൺസ്. നമുക്കറിയാം ലെപ്റ്റോൺസ് ഏതൊക്കെയുള്ളത്? ലെപ്റ്റോൺ ഉണ്ട്, അതിൻ്റെ ന്യൂട്രിനോ, മ്യൂവോൺ ഉണ്ട്, മ്യൂവോൺ ന്യൂട്രിനോ ഉണ്ട്, ടൗ പാർട്ടിക്കിൾ ഉണ്ട്, ടൗ ന്യൂട്രിനോ ഉണ്ട്.
ഓക്കെ. അപ്പോൾ ഇതെല്ലാം പെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂൺ ന്യൂട്രിനോ, ടൗ ന്യൂട്രിനോ. ഓക്കെ, പെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അനലോജി വെച്ചിട്ട്, അതായത് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വെച്ചിട്ട് ഒരു സജസ്റ്റ് ചെയ്തതാണ് ക്വാക്സും ഇതുപോലെ പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത് പറയാൻ കാര്യം എല്ലാ ഓർഡിനറി മാറ്ററിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇലക്ട്രോൺസ്, അതുപോലെ അതിൻ്റെ ന്യൂട്രിനോ, അതുപോലെ തന്നെ അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഈ 4 പാർട്ടിക്കിൾസ് വെച്ചിട്ട് നമുക്ക് ഓർഡിനറി മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറയാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ന്യൂട്രിനോ, അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്. ഇത്രയും പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഓർഡിനറി മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദീസ് ആർ കോൾഡ് ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും അതുപോലെ തന്നെ സ്ട്രേഞ്ച് ക്വാർക്കും നമുക്ക് ആദ്യം കണ്ടുപിടിച്ച പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ പിന്നീട് സജഷൻ വന്നു, ഏതാണ്? സ്ട്രേഞ്ച് ക്വാർക്കിന് പെയറായിട്ട് വേറൊരു ക്വാർക്ക് കൂടെ ഉണ്ടാവാം. ഓക്കെ, ആ ക്വാക്കിന് ചാം ക്വാർക്ക് എന്ന് പറയുന്നു. ഓക്കെ, പിന്നീട് ചാം ക്വാർക്ക് 1977 കണ്ടുപിടിക്കുകയുണ്ടായി. ഓക്കെ, എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തു ഇങ്ങനെ ഒരു ചാം ക്വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാം ക്വാക്കിൻ്റെ ചാർജ് +2/3 ആണ്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇത് സെക്കൻഡ് ജനറേഷൻ ക്വാക്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? മ്യൂൺ ന്യൂട്രിനോ, അതുപോലെ സ്ട്രേഞ്ച് ക്വാക്ക്, ചാം ക്വാക്ക്. ഈ 4 പാർട്ടിക്കിൾസ് ആണ് സെക്കൻഡ് ജനറേഷൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ജനറേഷൻ പാർട്ടിക്കിൾ ടോപ്പ് ക്വാക്ക്, ബോട്ടം ക്വാക്ക്, അതുപോലെ 2 ലെപ്റ്റോൺസ്. ഏതൊക്കെയാണ്? ടൗ ലെപ്റ്റോണും ടൗ ന്യൂട്രിനോയും. ഓക്കെ, ഇതുകൂടി ചേർന്നിട്ടാണ് സെക്കൻഡ് ജനറേഷൻ പാർട്ടിക്കിൾസ് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ പാർട്ടിക്കിൾസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ അൺസ്റ്റേബിൾ പാർട്ടിക്കിൾസ് ആൻഡ് റെസണന്റ് പാർട്ടിക്കിൾസ് ക്രിയേറ്റഡ് ഇൻ എ ഹൈ എനർജി കൊളീഷൻസ്. അപ്പം ഈ പാർട്ടിക്കിൾസ് ആണ് ഹൈ എനർജി കൊളീഷൻസ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന അൺസ്റ്റേബിൾ പാർട്ടിക്കിൾസും റെസണന്റ് പാർട്ടിക്കിൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആവുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ജനറേഷൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ് 2 ലെപ്റ്റോൺസ്, ടൗ ലെപ്റ്റോണും ടൗ ന്യൂട്രിനോ ഉണ്ട്. അതുപോലെ തന്നെ 2 ക്വാക്സ് ഉണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം. അത് ടോപ്പ് തന്നെ ഹെവി പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ കാണപ്പെടുന്നത് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് എനർജി ഇവൻസിലാണ്. അതായത് വളരെ എനർജി കൂടിയ ഇവൻസിലാണ് ഇത്തരം പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ബേരിയോൺസ് വിത്ത് which has the composition of top quark. Okay, ടോപ്പ് ക്വാർക്കിൻ്റെ കോമ്പോസിഷനുള്ള ബേരിയോൺസ് ഉണ്ടാവുന്നത് വെരി ഹൈ എനർജി കൊളീഷൻസ് ആണ്. വെരി ഹൈ എനർജി കൊളീഷൻസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതർ ഫർദർ ജനറേഷൻസ്. ഇത് കൂടാതെ വേറെയും ജനറേഷൻസ് ഉണ്ടോ? ഓക്കെ, പക്ഷേ എക്സ്പീരിയൻസ് എല്ലാം വളരെ ഈ ജനറേഷൻസിന് വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ അക്കോർഡിംഗ് ടു എക്സ്പെരിമെൻറ്റ്സ് ദർ ആർ നോ ഫർദർ ജനറേഷൻ എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 3 ജനറേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക് ഉണ്ട്. 2 ലെപ്റ്റോൺസ് ഉണ്ട്, ഇലക്ട്രോൺ ന്യൂട്രിനോ. അതുപോലെ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പ് ചാം, ടോപ്പിന് ചാർജ് +2/3 ആണ്. അതുപോലെ ഡൗൺ സ്ട്രേഞ്ച്, ബോട്ടത്തിന് -1/3 ആണ്. ഇലക്ട്രോണിൻ്റെ ഒക്കെ ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് -1 ആണ്. ന്യൂട്രിനോയ്ക്ക് ചാർജ് ലെസ് ആണ്. ഓക്കെ, കളേഴ്സ്, അതായത് ക്വാക്സിൻ്റെ കളേഴ്സ് 3 കളേഴ്സിലാണ് വരുന്നത്: റെഡ്, ഗ്രീന്, ബ്ലൂ. അതുപോലെ ലെപ്റ്റോൺസ് കളർലെസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഏതാണ്? ചാർജ് ഉള്ള പാർട്ടിക്കിൾസാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഇവിടെ വരെ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഇല്ല. ഓക്കെ,
ഇപ്പോൾ കളർ ഇൻട്രാക്ഷൻ വരുന്നത് ഓൺലി ഫോർ ക്വാക്സിനാണ്, അതുകൊണ്ടാണ് ഇവിടെ വരെ കൊടുത്തത്. ഓക്കെ, വീക്ക് ഇൻട്രാക്ഷൻ എല്ലാ പാർട്ടിക്കിൾസിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ക്വാക്സിനും ലെപ്റ്റോൺസിനും വീക്ക് ഇൻട്രാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ഡിസ്കസ് ദ ക്വാക്ക് കൺഫൈൻമെൻറ്റ്. ക്വാക്ക് കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേരിയോൺസും മെസോൺസും ക്വാക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ക്വാക്കിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് ഫ്രീ ആയിട്ടുള്ള ക്വാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പലതരം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയെങ്കിലും അതായത് ക്വാക്സിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഹാഡ്രോൺസിൻ്റെ ഉള്ളിൽ ക്വാക്സ് ഉണ്ട്, പക്ഷെ ഹാഡ്രോൺസിന് പുറത്ത് ഫ്രീ ആയിട്ട് ഒരു ക്വാർക്കിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇവയ്ക്കിടയ്ക്ക് ക്വാക്സിന് ഇടയ്ക്കുള്ള ഫോഴ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ നേച്ചർ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കളർ ഫോഴ്സ്, ക്വാക്സിന് ഇടയ്ക്കുള്ള ഫോഴ്സിന് പറയുന്നതാണ് കളർ ഫോഴ്സ്. കളർ ഫോഴ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ നേച്ചറാണ് അതിനെ ക്വാക്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്വാക്സിനെ കാണാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ നേച്ചർ? അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് ക്വാക്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഡിസ്റ്റൻസ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അപ്പോൾ ക്വാക്സിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ്രോൺസിൻ്റെ ഉള്ളിൽ ക്വാക്സ് ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാക്സിനെ അകലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കൂട്ടണം. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ ഒരു നേച്ചർ, കളർ ഫോഴ്സിൻ്റെ നേച്ചർ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എനർജി സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ കൂടുതൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ എനർജി സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്ത് ഒരു പെർട്ടിക്കുലർ എനർജി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സപ്ലൈ ചെയ്ത എനർജി ഒരു ക്വാർക്കും ആൻറ്റി ക്വാർക്ക് പെയറായിട്ട് മാറും. ഓക്കെ, അത് ക്വാർക്കിനെ വേർതിരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കൊടുത്ത സപ്ലൈ ചെയ്ത എനർജി ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയറായിട്ട് മാറും. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ മെസോൺ. അപ്പോൾ ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെസോൺസ് ആണ് അല്ലേ? മെസോൺസ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്വാർക്കും ആൻറ്റി ക്വാർക്കായിട്ടുള്ള പെയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്ത എനർജി ക്വാർക്കിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു മെസോൺസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. ഈ മെസോൺസ് ക്രിയേറ്റ് ചെയ്ത് അത് പുറത്തോട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നേച്ചർ, അതായത് നേച്ചർ ഇതാണ്. ക്വാക്കിന് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. ഓക്കെ, ആ ഒരു നേച്ചർ കാരണം ക്വാക്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഇനി ഐസൊലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലോ അതും വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ക്വാക്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്വാക്ക് കൺഫൈൻമെൻറ്റിൻ്റെ ഒരു ഇലസ്ട്രേഷൻ എന്നുള്ള രീതി. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഒരു ഗാമ റേ വന്നു ഒരു ന്യൂട്രോണിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡി കെ എന്ന് പറയുന്നത്, ഡി കെ നടന്നിട്ട് പ്രോട്ടോണും പൈ മൈനസും ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗാമ റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ഇപ്പോൾ ഗാമ റേ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ എനർജി, ഒരു ന്യൂട്രോണിന് എനർജി കൊടുത്തു. ഇപ്പോൾ ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് 2 ഡി ക്വാർക്കും ഒരു അപ്പ് ക്വാർക്കും കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ഈ ക്വാർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പകരം, അതായത് ഈ ന്യൂട്രോണിനെ തകർത്തിട്ട് ഈ ക്വാർക്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഈ കൊടുത്ത എനർജി എന്തായിട്ട് മാറി? ഒരു യു ക്വാർക്കും ഒരു യു ആൻറ്റി ക്വാർക്കുമായിട്ട് മാറി. ഓക്കെ, എന്നിട്ട് ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഒരു ഷഫ്ലിംഗ് നടക്കും. ഷഫ്ലിംഗ് നടത്തിയിട്ട് ഈ യു ക്വാർക്കിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ 2 യു ക്വാർക്കും ഒരു ഡി ക്വാർക്കും മാറും. ഈ ഡി ക്വാർക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പം എന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡി ക്വാർക്കും 2 യു ക്വാർക്കും, അതാണ് പ്രോട്ടോൺ, പ്ലസ് ബാക്കിയുള്ളത് എന്താണ്? ഒരു യു ക്വാർക്കും ഇവിടുന്ന് വന്ന ഒരു ഡി ക്വാർക്കും. ഇപ്പോൾ യു ബാർ ഡി എന്നുള്ളത് അതാണ് പൈ മൈനസ് എന്നുള്ള പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത്
ക്വാക്സിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് പകരം അതെന്തായിട്ട് മാറി, ഒരു മെസോൺ റിലീസ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഇതിനെ ക്വാക്കിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. എന്ത്, അത് വേറൊരു ഹാഡ്രോണായിട്ട് മാറും, അതിൻ്റെ കൂടെ മെസോൺസ് റിലീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ക്വാർക്കിൻ്റെ കൺഫൈൻമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വാക്കിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണമായിട്ട് പറയുന്നത് കളർ ഫോഴ്സിൻ്റെ നേച്ചറാണ്, അസിംപ്റ്റോട്ടിക് നേച്ചർ എന്നൊക്കെ പറയും. ഓക്കെ, അസിംപ്റ്റോട്ടിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. സ്ട്രെങ്ത്ത് കൂടുമ്പോൾ നമ്മൾ മാക്സിമം എനർജി സപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സപ്ലൈ ചെയ്യുന്ന എനർജി ഒരു മെസോൺസിൻ്റെ ക്രിയേഷന് കാരണമാകും. ക്വാക്സിനെ തകർക്കുന്നതിന് പകരമായിട്ട് മെസോൺസിൻ്റെ ക്രിയേഷന് കാരണമാകും. ഓക്കെ.